ഹലോ ഗായ്സ്, വെൽക്കം ടു KL ട്രേഡേഴ്സ്. ഇതുവരെ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചറാണ്. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഘടന, മൂവ്മെൻറ്റ്, അങ്ങനെ ഒക്കെ പറയും മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ 3 രീതിയിലാണ് മാർക്കറ്റ് മൂവ് ആവുക. ഒന്ന് അപ്പ് ട്രെൻഡ്, രണ്ടാമത്തെ ഡൗൺ ട്രെൻഡ്, മൂന്നാമത്തത് സൈഡ് വേ അല്ലെങ്കിൽ റേഞ്ച്. ഏതാണോ നിങ്ങൾക്ക് പറയാൻ എളുപ്പം അത് യൂസ് ചെയ്യുക. സൈഡ് വേ എന്ന് പറയുന്നവരുണ്ടാവും, ഇപ്പോൾ റേഞ്ച് എന്ന് പറയുന്നതാണ്. നമുക്ക് അപ്പ് ട്രെൻഡിലേക്ക് പോവാം. അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആവുന്നതിന് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നു. അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആവുന്നതിന് അപ്പ് ട്രെൻഡ് എന്നും താഴത്തോട്ട് മൂവ് ആവുന്നതിനെ ഡൗൺ ട്രെൻഡ് എന്നും പറയുന്നു. മാർക്കറ്റ് താഴത്തോട്ട് മൂവ് ആവുന്നതിനെ ഡൗൺ ട്രെൻഡ് എന്നും പറയുന്നു. പിന്നെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഏരിയയ്ക്കകത്ത് മൂവ് ആവുന്നതിനെ റേഞ്ച് എന്ന് പറയുന്നു. അതായത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആവുന്നതിനെ അപ്പ് ട്രെൻഡ് എന്നും മാർക്കറ്റ് താഴത്തോട്ട് മൂവ് ആവുന്നതിനെ ഡൗൺ ട്രെൻഡ് എന്നും, ഒരു ഏരിയയ്ക്കകത്ത് മാർക്കറ്റ് മൂവ് ആവുന്നുണ്ടെങ്കിൽ അതിനെ റേഞ്ച് എന്നും പറയുന്നു. മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകുമ്പോൾ നമ്മളെപ്പോഴും ബൈ ഫോക്കസ് ചെയ്യുക. മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകുമ്പോൾ ബൈ ഫോക്കസ് ചെയ്യുക. മാർക്കറ്റ് താഴത്തോട്ട് മൂവ് ആകുമ്പോൾ നമ്മൾ സെല്ല് ഫോക്കസ് ചെയ്യുക. മാർക്കറ്റ് താഴത്തോട്ട് മൂവ് ആകുമ്പോൾ നമ്മൾ സെല്ല് ഫോക്കസ് ചെയ്യുക. അപ്പിലേക്ക് പോകുമ്പോൾ ബൈയും ഡൗണിലേക്ക് പോകുമ്പോൾ സെല്ലും. റേഞ്ച് ആകുമ്പോൾ നമ്മൾ ട്രേഡ് പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം എന്തും സംഭവിക്കാൻ സാധ്യത. ചിലപ്പോൾ മുകളിലേക്ക് ഒരു സഡൻ മൂവ് തരും, ചിലപ്പോൾ താഴത്തേക്ക് ഒരു മൂവ് തരും. അതുകൊണ്ട് റേഞ്ച് ആകുമ്പോൾ നമ്മൾ ട്രേഡ് ഒഴിവാക്കുക, പരമാവധി ഒഴിവാക്കുക. നമ്മൾ ട്രെൻഡിനനുസരിച്ചിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. ട്രെൻഡ് ഈസ് എ ഫ്രണ്ട് എന്നാണ് പറയുക. അതായത് നമ്മൾ അപ്പിലേക്ക് മൂവ് ആകുമ്പോൾ ബൈ ഫോക്കസ് ചെയ്യുക, ഡൗണിലേക്ക് മൂവ് ആകുമ്പോൾ സെല്ല് ഫോക്കസ് ചെയ്യുക. ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പിക്ചേഴ്സൊക്കെ എല്ലാവരും ജേണലിലൊന്ന് വരച്ചിടണം, നല്ലതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. സീ ടുമാറോ.